ഓക്കെ, അപ്പൊ ഇനി അടുത്ത സ്നേഹേന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കേൾക്കാം. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ ഈ ഓഫീസിൽ നിന്ന് റിസൈൻ ഇടാൻ പോവാണ്. ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് ചെരുപ്പിടുമായിരിക്കല്ലേ, പിന്നെ അപ്പം അപ്പുറത്തിരിപ്പിടും. കൺഫ്യൂഷൻ. അവിടെ വന്നിട്ട് ചെരുപ്പിടാം. ചെരുപ്പ് അടുക്കി വെച്ചവിടെ ഇരുന്നോ? അല്ല ഷൂട്ടിനൊന്ന് കൊണ്ടുപോയുള്ള അവളെ. മോനെ മനസ്സിലെ ഫീൽ ഇനിയിപ്പോൾ തന്തവിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ലാതെ പേടിച്ചിട്ടല്ല. എന്ത് പേടിച്ചിട്ട്? എടാ നാണുണ്ടോ ഇന്ന് പെണ്ണ് പുറകെ കിടക്കാൻ? അവൻ്റെ വൺ സൈഡ് ഡ്രാമ. പനിച്ച് കുറച്ച് വീട്ടിൽ ഇരുന്നിട്ട് പോലും സിക്ക് ലീവ് ഇല്ലാതെ ഡെയിലി അവളെ കാണാൻ വരുന്നതാണ് ഞാൻ. എന്നോട് നീ ഇങ്ങനെ പറയില്ലേ? വൺ സൈഡ് ലവ് ഈസ് നോട്ട് എ ജോക്ക് ബ്രദർ, നോട്ട് എ ജോക്ക്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയി ഇഷ്ടമെന്ന് വേടാ. നോട്ട ജോക്കല്ല, ജോക്കറാ ജോക്കർ. ആ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കും. അവിടെ എന്തിയാ അവള്? അവിടെ കിടക്കും. എടാ പിന്നെ നീ ഇവിടെ തൊട്ട് നോക്കി. എന്താ തൊട്ട് നോക്ക്, ഹേർട്ടുണ്ടോ അവിടെ? അവിടെ നിനക്കെന്താ വയ്യേ? എടാ അവളെ റിസൈൻ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അപ്പം നിന്ന് ഹെഡ് ബീറ്റാ. അമ്മ സത്യം പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പുറത്തെ കവളും കൂടെ നോക്കി ഒറ്റയാണെങ്കിൽ തന്നാണ്ടല്ലോ. എടാ ഇത്രയും കാലം പുറകെ കിടന്നു ഇന്ന് ഇഷ്ടം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇവിടെ പോകാൻ നേരത്തെ ഇവിടെ വന്നേക്കുന്ന മറ്റേ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയാതെ ഇനി എൻ്റെ കോൺവെന്റിലും കിടന്ന് നീ വന്നോ? ഞാൻ എടോ എടോ എനിക്ക് ഒരു കാര്യം പറയാം. നിക്ക് ശ്വാസം വിട്. ഓക്കെ ആയോ? ഓക്കെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ, എന്നെ ഇഷ്ടമാണല്ലേ അറിയാം. അതെങ്ങനെ അറിയാം? ഇതറിയാണ്ടിരിക്കാൻ അത്ര മണ്ടിയല്ല ഞാൻ. എന്നിട്ടാണോ ഇത്ര നാൾ എന്നെ കിടന്ന് ഇറങ്ങി ഒട്ടിച്ചത്? എടോ, ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് പറയണം, അല്ലാതെ അവിടെ ഇവിടെയും പോയി തലറങ്ങി വീഴല്ല വേണ്ടത്. ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ. അതെ, ആദ്യമായിട്ടാണ് ഐ ലവ് യു. അത് നടക്കില്ല കോശല്ലേ. നീ അല്ലേ അവിടെ വെച്ചോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയണമെന്ന്? അത് ഞാൻ തന്നോട് പറഞ്ഞല്ലേ, അല്ലാതെ തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല എന്നാലും എനിക്ക് റിലേഷൻഷിപ്പ് ഒക്കെ നല്ല പേടിയാ. എന്തിന്? ഇപ്പൊ താൻ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, എന്നെ അഡ്മയർ ചെയ്യുന്നുണ്ട്, എൻ്റെ ചെരുപ്പിൻ്റെ അടുത്ത് തൻ്റെ ചെരുപ്പ് കൊണ്ടുവെക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ തന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ ചെരുപ്പോണ്ട് താൻ എന്നെ തല്ലൂലെന്ന് ആരുണ്ട്? ഞാനൊന്നും ചെയ്യത്തില്ല. പറയാൻ പറ്റൂല. ഈ ആത്മാർത്ഥതയൊക്കെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അടിയായി, വഴക്കായി, കരച്ചിലായി. എന്തിനാ വെറുതെ?
എനിക്കാണെങ്കിൽ മൂഡ് സിങ്സും ട്രസ്റ്റ് ഇഷ്യൂസും റീഅഷുറൻസും അങ്ങനെ എല്ലാ വള്ളികളും ഉണ്ട്. അതൊക്കെ എന്തുവാ? ആ ബെസ്റ്റ്. ശരിയെന്നാ. അല്ല അതൊക്കെ ഞാൻ പഠിക്കാം, പോയിരുന്നൂടെ? ഇതിലും നല്ല ഓഫർ ഇനി എനിക്ക് കിട്ടൂല. അതിൽ നല്ല ഓഫറല്ലേ ഞാൻ തന്നത്. നല്ല ശരി, പോവാതിരുന്നൂടെ? നോക്കാം.